ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പം ഇത് മെയിനായിട്ട് പാലക്കാട് ഇത് ഭയങ്കര ഫേമസ് സിന്ധു കൂൾ ബാറിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു വെറൈറ്റി ഞാൻ കഴിച്ചിട്ടുള്ളത് കോയമ്പത്തൂർ പ്രിയ കൂൾ ബാറിൽ നിന്ന് ഇതിൻ്റെ ഇറ്റാലിയൻ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു ചേച്ചി ഗ്രേപ്സ് റോഡ് സൈഡിൽ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മൾ 2 വെറൈറ്റി ഗ്രേപ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രേപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രേപ്സ് തന്നെ നമ്മൾ എടുക്കണം ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്ന ഒരു ഫ്രൂട്ടെന്ന് പറയാം ഗ്രേപ്സിനെ. അപ്പം നമ്മൾ ഗ്രേപ്സ് കഴിക്കുന്ന സമയത്ത് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പം ഗ്രേപ്സിനെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കാം. അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് നമുക്കതിനെ കഴുകിയെടുക്കാം. അങ്ങനെ നന്നായിട്ട് കഴുകി ഒരു 4 to 5 ടൈംസ് ഇതിനെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. നോർമലായിട്ട് കഴിക്കുകയാണെങ്കിലും ഇല്ല അത് കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ അത്രയും വട്ടം ഇതിനെ കഴുകണം. എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള പെസ്റ്റിൻ്റെ അംശങ്ങളൊക്കെ പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ബോയിൽ ചെയ്യാൻ വെക്കണം. ഒരു 5 to 6 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ പീലായി വരും. ശരിക്കും ഇതിന് നമുക്ക് കറക്റ്റ് ടൈമൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രേപ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം മാറും. അപ്പോൾ അതിൻ്റെ സ്കിൻ എപ്പോൾ പീലാവുന്നുണ്ടോ പൊട്ടുന്നുണ്ടോ അതാണ് അതിൻ്റെ പാകം. അങ്ങനെ അതിനെ എടുത്ത് നമ്മൾ ഐസ് വാട്ടറിലേക്ക് മാറ്റി വയ്ക്കുക. അവിടുന്ന് നമ്മൾ അതിനെ നന്നായിട്ട് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ബോൾസ് വേറെ സ്കിന്ന് വേറെ എന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ റെസിഡ്യൂസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 3 കപ്പ് വാട്ടർ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ 1.5 ആയിട്ട് മാറ്റണം, കുറയ്ക്കണം, പാതിയായിട്ട് കുറച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറൊക്കെ നമുക്ക് എത്ര വേണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവ് ഇഷ്ടമുള്ളവർക്ക് കുറവിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ സ്കിന്നുണ്ടല്ലോ ആ സ്കിന്നിനകത്തു നിന്നുള്ള എല്ലാ സത്തും ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാഫായിട്ട് മാറിയ ഉടനെ നമ്മളത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചിട്ട് ഇപ്പം ഇതിന് ഒരു പുളിയും ചെറിയൊരു മധുരമായിരിക്കുമല്ലോ ടേസ്റ്റ്. അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. കൂട്ടത്തിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേപ്പ് ബോൾസ് ഉണ്ടല്ലോ അതും ഇതിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം നമുക്കിത് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് അതിന് ചെറിയ ചൂടുണ്ടാവും. ഒരു 8 hours എങ്കിലും നമ്മളിതിനെ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാനിതൊരു ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി തിക്നെസ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയ്ക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും ഒരു വർത്ത് ട്രൈയിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.